എല്ലാ പെന്തക്കോസുകളുടെ നേതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി പെന്തക്കോസ് സഭയെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോകുന്നു, പിന്തുണ കൊടുക്കാൻ പോകുന്നു. ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അദ്ദേഹം പല ദിവസങ്ങളായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് കയറി ഇറങ്ങുന്നു. ആ സുഹൃത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ള, സുഹൃത്തെ, ഈ താങ്കളൊക്കെ എത്ര കയറി ഇറങ്ങിയാലും ഇന്ന് പെന്തക്കോസിനകത്ത് നല്ല വിദ്യാഭ്യാസവും വിവരമുള്ളവരാണ്. ഒരു സെൻട്രൽ പാസ് പറഞ്ഞു, ലോക്കൽ പാസ് പറഞ്ഞു, സൂചേട്ട പ്രസംഗം ഞാൻ ആണ് സ്റ്റേജിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇരിക്കുന്ന വിശ്വാസികൾ പറയും, താങ്കളെ സുവിശേഷം പ്രസംഗിക്കാൻ വിളിച്ചേക്കുന്ന രാഷ്ട്രീയം പ്രസംഗിക്കാനല്ല, വോട്ട് ഞങ്ങളുടെ മനുഷ്യന്റെ മൗലിക അവകാശം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇലക്ഷൻ ടൈമിൽ കുറേ പാസ്റ്റേഴ്സിനെ ഒരു സ്ഥലത്ത് വിളിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാരെ അവരെ സൽക്കരിക്കുകയും വേണ്ട നല്ല പൈസകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തൊരു വാർത്ത വീഡിയോ സഹിതം പുറത്തു വന്ന, ഇത് കണ്ടിട്ട് അവർ പഠിക്കുന്നില്ലല്ലോ. അതെ, മൂന്നാം ടൈമിൽ BJP പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു മന്ത്രിക്കെതിരെ അഴിമതിയില്ല. രാജ്നാഥ് സിംഗ് ഉണ്ട്, അമിത്ഷാ ഉണ്ട്, ഇവർ പണം മേടിച്ച ജയശങ്കർ ഉണ്ട്, വൻ മന്ത്രിമാർ കേന്ദ്രത്തിലുണ്ട്. അവർക്കെതിരെ ഒരു അഴിമതി വന്നിട്ടില്ല. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പരാജയം ബോഫോഴ്സ് അഴിമതി, 2G സ്പെക്ട്രം, ഇതിനകത്തെല്ലാം ഈ ജനാധിപത്യം എന്ന് പറഞ്ഞ അഴിമതി. പക്ഷേ BJP സെക്യുലറായിട്ട് അവർ കോർപ്പറേറ്റുകളുടെ ഗവൺമെന്റ് ആയിരിക്കും, അദാനി പൈസ കൊടുക്കും, അംബാനി പൈസ കൊടുക്കും. പക്ഷേ അത് മന്ത്രിമാരിലേക്കല്ല, ഫാസ്റ്റ് ഇത് ഫണ്ടിലേക്കാണ്, ഇലക്ഷൻ ഫണ്ടിലേക്കാണ്. അതുകൊണ്ടാണ് അവരുടെ വിജയം. ഇവിടുത്തെ കേരളക്കാരെ എത്ര റെഡിയാക്കിയാലും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കാല് പാരും. അതുകൊണ്ട് ഈ BJP തന്നെ ഗ്രൂപ്പായി. അതുകൊണ്ടാണ് ഒരു പൊതു ഫോർമുലയ്ക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നത്. 2026 ഇലക്ഷൻ ഇങ്ങനെ ഏറ്റവും അടുത്തിരിക്കുക. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലത്തെ കേരളത്തിൻ്റെ ഭരണം എങ്ങനെയായിരുന്നുവെന്നും ഓരോ മുന്നണികളും അവരെങ്ങനെ കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ചുവെന്നും അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയൻ അവരുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എങ്ങനെയാണ് കേരളത്തിന് വേണ്ടിയിട്ട് പ്രവർത്തനം കാഴ്ചവെച്ചതെന്നും അതുപോലെ UDF പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് എങ്ങനെയെല്ലാം കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ചുവെന്നും അതോടൊപ്പം തന്നെ മൂന്നാമത്തെ മുന്നണിയായ NDA ഗവൺമെൻറ്റിൻ്റെ കേരളത്തിലെ സ്വാധീനം എത്രത്തോളം നമ്മുടെ കേരളത്തിന് അത് ഗുണകരമായി എന്നുള്ളത് ഇന്നത്തെ ഈ ടോക്ക് ഷോയിലൂടെ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എല്ലാവരെയും ക്രിസ്ത്യൻ ഗ്യാരേജിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ക്രിസ്ത്യൻ ഗ്യാരേജ്. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സജു ചത്തന്നൂർ അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രൈസ് ലോർഡ് പാസ്റ്റർ. എല്ലാവർക്കും, ഞങ്ങൾക്ക് ഈ ഇലക്ഷനിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കൾക്കും ക്രിസ്ത്യൻ ഗ്യാരേജ് കാണുന്ന എല്ലാവർക്കും നിസ്സീമമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഒരുപക്ഷെ നിങ്ങൾ പ്രിയപ്പെട്ടവർ പലരും ചോദിച്ചേക്കാം, സത്യസുവിശേഷം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്തുകൊണ്ട് ഈ ഇലക്ഷനെ അവലോകനം ചെയ്യുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഇത് ഞങ്ങളുടെ ഒരു പ്രത്യേക താല്പര്യമല്ല. പ്രഭാഷണം കേൾക്കുന്ന അനവധി സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് എൻ ടൈംസ് കേൾക്കുന്ന കത്തോലിക്ക സഭക്കാരുണ്ട്, ഗ്രാനായ സഭക്കാരുണ്ട്, മാർത്തോമക്കാരുണ്ട്, ഇവാഞ്ചലിക്കൽക്കാരുണ്ട്, പെന്തക്കോസ്ത് സമൂഹം മുഴുവൻ കേൾക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങൾ ചില അമേരിക്കയിൽ നിന്നും ഞാനവിടെ പോയിട്ടുള്ള UK നിന്നൊക്കെ പലരും വിളിച്ചു ചോദിച്ചു, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എങ്ങനാവും, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എങ്ങനാവും. ഇവർക്കറിയാം, ഏറെ വർഷങ്ങളായില്ല. 1985 ഏകദേശം 40 വർഷത്തിന് പിറകിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടി വളരെ ശക്തമായി ഞാൻ അന്നത്തെ കാലം തൊട്ട് രാഷ്ട്രീയം അവലോകനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പാസ്റ്ററെ. അതുകൊണ്ടാണ് ഈ കേരളത്തിലെ ഭരണങ്ങളും ലോക ഭരണങ്ങളും മുഴുവൻ, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജിക്കലായിട്ട് നമ്മൾ പഠിച്ചൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ അതുണ്ട്, നമ്മുടെ സുവിശേഷ കുളത്തിൽ നിൽക്കുന്നെങ്കിൽ. പക്ഷേ ഇന്നുവരെ ഞാൻ ഈ പ്രസംഗിക്കുന്നെങ്കിൽ പോലും ഒരേ സ്റ്റേജിൽ കൂടെ ഇന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. അത് ഓരോ വ്യക്തികളുടെയും അവകാശമാണല്ലോ ഫാസ്റ്റർ. അത് ഹ്യൂമൻ റൈറ്റ് ആണ്. ഇന്ന വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ് ആണ്. ഇന്ന് നമ്മുടെ വളരെ ഖേദത്തോടെ നമ്മുടെ ടോക്ക് ഷോയിലിരിക്കുന്ന ഇന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്, ഇന്ന വോട്ട് ചെയ്യണം, അല്ല ഇന്ന സമൂഹത്തിന് വോട്ട് ചെയ്യണം. ആദ്യം തന്നെ ശ്രീ SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തെ സ്ഥാനാർത്ഥികൾ പോയി കാണാറുണ്ട്, കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്ഥാനാർത്ഥികളോട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, അദ്ദേഹം പറഞ്ഞാലൊന്നും ഈഴവ സമുദായത്തുകാരൊന്നും വോട്ട് ചെയ്യത്തില്ല. തീർച്ചയായിട്ടും. പിന്നെ ചിലർ മന്നത്ത് ശ്രീ സുമാരൻ സാർ, അദ്ദേഹത്തെ കാണുന്നത് നല്ലതാണ്. നമ്മളൊരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ, ഇലക്ഷൻ നിൽക്കുമ്പോൾ, അതുകൊണ്ട് വോട്ട് ചെയ്യാൻ അദ്ദേഹം അവിടെ ചെന്ന ഉടനെ സ്ഥാനാർത്ഥിയെ കണ്ടിട്ട് എല്ലാവരും ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അവർ പറയത്തില്ല. കാണാൻ പോകുന്ന, പിന്തുണ അർപ്പിച്ചു പോകുന്ന ഈ ക്രൈസ്തവ സമുദായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ, ഇപ്പം ജ്ഞാനായ സഭ, കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ, മാർത്തോമാ സഭ,
യാക്കോബായ സഭ ഇവരാരും അങ്ങോട്ട് പോകത്തേയില്ല. സ്ഥാനാർത്ഥികൾ അവിടെ ചെന്ന് അവർ പിതാക്കളെന്ന് വിളിക്കുന്ന എന്തോ വിളിച്ചോട്ട് അവിടെ ചെന്ന് ഞാൻ മത്സരിക്കുക, അങ്ങനെ പിന്തുണ തരണം. അവർ വരുന്നവരെ തലേ കൈവച്ച് അനുഗ്രഹിച്ചു വിടും. എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ടങ്ങ് ഇല്ല, അവർ അതിനകത്ത് ആവശ്യമില്ലാത്തൊരു കാര്യം പറയത്തില്ല, അങ്ങനെ പറഞ്ഞാൽ പോകും. പക്ഷേ നമ്മുടെ ഏറ്റവും കുഴപ്പക്കാർ ബ്രദറുകാർ വലിയ വിഷയമില്ല, മാന്യമായിട്ടുള്ള സഭക്കാർ അവരെന്താ ഈ പെന്തിക്കോസ് എന്ന് പറയുന്ന നമ്മുടെ ആൾക്കാർ, ഈ പെന്തിക്കോസിന്റെ ഒരു ക്വാർട്ടേഴ്സിലും ഈ സ്ഥാനാർത്ഥികൾ വളരെ റെയറായിട്ടാണ് വരുന്നത്. കുമ്മനാട് ഗവൺമെന്റ് നടക്കുമ്പോൾ ഒഴിച്ച് ബാക്കി നമ്മുടെ കുറേ ആൾക്കാരുണ്ട്. ഈ സ്ഥാനാർത്ഥികളെ കാണിച്ചിട്ട് പറയും പിന്നെ ഇതെല്ലാം ഞങ്ങൾ വോട്ട് ചെയ്തങ്ങ് ജയിപ്പിച്ചോളാം. ഈ ബഹുമാനപ്പെട്ട UDFന്റെ സുഹൃത്തുക്കളോടും LDFന്റെ സുഹൃത്തുക്കളോടും അതോടൊപ്പം NDA മുന്നണിയിലെ സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഒരു പെന്തിക്കോസുകാരൻ പറഞ്ഞിട്ട് ഒരു വ്യക്തി പോലും വോട്ട് ചെയ്യത്തില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ സോഷ്യൽ മീഡിയയിലും വളരെ ചെറുപ്പക്കാർ എന്നോട് ചോദിച്ചു, പാസ്റ്റർ ട്രെൻഡ് എന്തുവാന്ന്. ഞാൻ പറഞ്ഞ ട്രെൻഡ് മനുഷ്യന്റെ മനസ്സിലാണ്, ഇത് പ്രവർത്തനം അവർ നടക്കുന്നതാണ്. ട്രെൻഡ് മനുഷ്യന്റെ മനസ്സിലാണ്. ഇന്റർവ്യൂ നമുക്ക് കൊടുക്കാം. ഇപ്പോഴത്തെ കേരളത്തിലെ നിലവിൽ ഈ മാർച്ച് 31 നമ്മുടെ ടോക്ക് ഷോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡിയോയിൽ ഏപ്രിൽ മാസം 2-ാം തീയതി ഇതുവരെയുള്ള കേരളത്തിൻ്റെ പോക്ക് തദ്വാരം നമ്മൾ നോക്കാം. പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്യുന്നതാണ്. 800-ൽ പരം പഞ്ചായത്ത് കേരളത്തിൽ പോയി പ്രസംഗിക്കാൻ ദൈവം എന്നെ ഇടയാക്കി. കേരളത്തിലെ മിക്ക നിയമസഭാ മണ്ഡലങ്ങളിലും പ്രസംഗിച്ച് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കി. ഈ കഴിഞ്ഞ വർഷങ്ങൾ വളരെ മൂല്യച്യുതി സംഭവിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പെന്തക്കോസുകാർ. അതിലാരൊക്കെ പറഞ്ഞു, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് പെന്തക്കോസുകാരെ ഒരു സഭയായിട്ട് അംഗീകരിച്ചെന്ന്. പെന്തക്കോസ് ആൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനയാണ്. IPCക്ക് രജിസ്ട്രേഷൻ ഉണ്ട് ആന്ധ്രയിൽ നിന്നാണ്, ഷാരോൻ ആലപ്പുഴയിൽ നിന്ന് രജിസ്ട്രേഷൻ ഉണ്ട്, ചർച്ച് ഓഫ് ഗോഡിന് കേരളത്തിൽ നിന്ന് രജിസ്ട്രേഷൻ ഉണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡിന് വേൾഡ് വൈഡ് രജിസ്ട്രേഷൻ ഇവർക്കെല്ലാം ഉണ്ട്. അപ്പോൾ സഭ എന്ന് പറയുന്നതല്ല, അവർക്കെല്ലാം അംഗീകാരം കൊടുക്കാന്ന് അദ്ദേഹം ഒരു വാക്കായിട്ട് പറഞ്ഞാൽ അതിനകത്ത് നിയമസഭ ആ ബില്ല് കൊണ്ടുവന്നിട്ടില്ല. നിയമസഭ കഴിഞ്ഞതിന് ശേഷം ആരൊക്കെയോ പെന്തക്കോസിൻ്റെ പ്രവർത്തകർ അദ്ദേഹത്തെ കാണാൻ പോയി. അത് കണ്ടു, സാറേ ഞങ്ങൾക്ക് ഇന്നെല്ലാം മിക്ക സംഘടനകൾക്ക് സെമിത്തേരി ഉണ്ടല്ലോ, സെമിത്തേരി ഇല്ലാത്ത ആരാ ഉള്ളത്? അതുകൊണ്ട് ചർച്ചിന് രജിസ്ട്രേഷൻ ഉണ്ട്. ആ രജിസ്ട്രേഷൻ ഇല്ലാതെ അങ്ങനെ മൈക്ക് സാങ്ഷൻ കിട്ടുന്നത്. അവരാദ്യം ചോദിക്കുന്ന നമ്പർ അടിച്ച് മൈക്ക് സാങ്ഷൻ കൊടുക്കാൻ എല്ലാ കാര്യത്തിനും. അപ്പോൾ പെന്തക്കോസ് സഭകൾക്ക് ആൾറെഡി രജിസ്ട്രേഷൻ ഉള്ള സഭയാണ്. ഇതിൻ്റെ ഇപ്പോൾ സഭയായിട്ട് എല്ലാവരോടും ചേർത്ത് അംഗീകരിക്കാനൊന്നും ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിയത്തില്ല. അത് നിയമസഭ ബില്ല് കൊണ്ടുവന്നതിന് ശേഷം അത് പാസ്സായെങ്കിലേ പറ്റും. അങ്ങനെ ഒരു പാസ് പോലുമായിട്ടില്ല. ഉടനെ എല്ലാ പെന്തക്കോസിൻ്റെ നേതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി പെന്തക്കോസ് സഭയെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോകുന്നു, പിന്തുണ കൊടുക്കാൻ പോകുന്നവർ. ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അദ്ദേഹം പല ദിവസങ്ങളായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് കയറി ഇറങ്ങുന്നു. ആ സുഹൃത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സുഹൃത്തെ, ഈ താങ്കളൊക്കെ എത്ര കയറി ഇറങ്ങിയാലും ഇന്ന് പെന്തക്കോസിനകത്ത് നല്ല വിദ്യാഭ്യാസവും വിവരമുള്ളവരാണ്. ഒരു സെൻട്രൽ പാസ് പറഞ്ഞു, ലോക്കൽ പാസ് പറഞ്ഞു, സൂചേട്ട പ്രസംഗം ഞാനങ്ങാണ് സ്റ്റേജിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇരിക്കുന്ന വിശ്വാസികൾ പറയും, താങ്കളെ സുവിശേഷം പ്രസംഗിക്കാനാണ് വിളിച്ചേക്കുന്ന, രാഷ്ട്രീയം പ്രസംഗിക്കാനല്ല. വോട്ട് ഞങ്ങളുടെ മനുഷ്യന്റെ മൗലിക അവകാശം. എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇലക്ഷൻ ടൈമില് കുറെ പാസ്റ്റേഴ്സിനെ ഒരു സ്ഥലത്ത് വിളിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാരെ അവരെ സൽക്കരിക്കുകയും വേണ്ട നല്ല പൈസകൾ കൊടുക്കുകയൊക്കെ ചെയ്തൊരു വാർത്ത വീഡിയോ സഹിതം പുറത്തു വന്ന. ഇത് കണ്ടിട്ട് അവർ പഠിക്കുന്നില്ലല്ലോ. അതെ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് അനേകം സംഘടനകൾ പല പേരിലെ പല പേരുകളിലെ പെന്തക്കോസ് സംഘടനകൾ എന്ന് പറഞ്ഞിട്ട് അവര് പോയിട്ട് ഓരോ രാഷ്ട്രീയ കക്ഷിക്കാരത് പോയിട്ട് പെന്തക്കോസിന്റെ പിന്തുണ നിങ്ങൾക്കാണെന്ന് പറയുന്നൊരു സ്വഭാവം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവര് ഈ ഒരു സംഘടന ഇതുപോലെ ഇതിന് മുഖ്യമന്ത്രിക്ക് പിന്തുണ കൊടുക്കാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം പാസ്റ്റർ SEMന്റെ ഓഫീസുമായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമാണ്. ഞാൻ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് പറഞ്ഞ് ഇവരൊക്കെ വരും കടലാസ് സംഘടനയാണ്, അല്ലാതെ ഇവർ പറയുന്നത് കേട്ടല്ല ഈ പബ്ലിക് ചെയ്യുന്നത്. ഇവരൊരു ലീഡർഷിപ്പിലുള്ള ആൾക്കാർ പോലും അല്ല. ലീഡർഷിപ്പിൽ പറഞ്ഞാൽ അന്ന് അവിടെ പ്രശ്നമാണ് നടക്കുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട VD സതീശൻ സാറിനെ അവർ കാണാൻ പോയി. VD സതീശൻ സാറിൻ്റെ സെക്രട്ടറി എൻ്റെ ഏറ്റവും അടുത്തൊരു നല്ല സ്നേഹിതനാണ്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ്, സാറേ ഇവർ പറഞ്ഞാലൊന്നും അവർ വോട്ടൊന്നും ചെയ്യത്തില്ല, ഇത് നിങ്ങളെ വെളുപ്പിക്കാൻ വേണ്ടി വരുന്നതാ. ഞങ്ങൾ പറഞ്ഞാൽ ഇന്ന സ്ഥാനാർത്ഥി ജയിക്കും, ഇങ്ങനെ സ്ഥാനാർത്ഥി ജയിക്കും, അങ്ങനെ ഒരു മാൻഡേറ്റ് നിങ്ങൾ നോക്കിയേ വേണ്ടെന്ന് പറഞ്ഞു. അത് ഇവരാരും പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിദ്യാഭ്യാസമുള്ള ഒരു ഷൈൻ പാസ്റ്റർ എന്ന് വെച്ചാൽ അവർ അന്നത്തെ മാധ്യമങ്ങൾ, ഇന്നത്തെ കാര്യങ്ങൾ ഇതെല്ലാം അവർ അവലോകനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അകത്ത് ഒരിതുണ്ട്, ഏത് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം. പക്ഷെ ഇന്ന് കേരളത്തിൽ വേറൊരു ട്രെൻഡും ഉണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം അത് ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. വ്യക്തിപരമായിട്ട്
ഒരു മണ്ഡലത്തിന് നിസ്വാർത്ഥ സേവനം ചെയ്ത വ്യക്തി കമ്മ്യൂണിസ്റ്റ് ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, അദ്ദേഹത്തിന് വ്യക്തിപരമായ വോട്ടാണ് കേരളത്തിൽ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത് കേരളത്തിന്റെ ഒരു രീതി അങ്ങനെ. ഇവര് പറയുന്നത് രാഷ്ട്രീയം നോക്കി വോട്ടുന്നത് തെറ്റാ. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ അത് നടക്കുന്നുണ്ടാവും. ചില ഗ്രാമത്തലവന്മാര് പറയുന്ന രീതി അതിന് സർപഞ്ച് എന്ന ഗ്രാമത്തലവന്മാര് പറയും, എന്നാ വോട്ട് ചെയ്തേക്കാൻ പറയും. പക്ഷേ അത് അവിടെ നടക്കും. പക്ഷേ ഈ കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ളവർ നല്ലൊരു ശതമാനമുണ്ട്. കേരളത്തിന്റെ വിജയം നിശ്ചയിക്കുന്ന എപ്പോഴും രാഷ്ട്രീയ വോട്ടല്ല, നിഷ്പക്ഷ വോട്ടാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു വീട്ടിനകത്ത് തന്നെ പല പാർട്ടികൾക്കും പല വിശ്വാസികൾക്കും അതുപോലെ മീൻസ് ഓരോ ആൾക്കാരെയും സെപ്പറേറ്റ് ചെയ്ത് തന്നെ വോട്ട് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒരു അജണ്ട ഇല്ല, ഇന്ന ആളിന് തന്നെ കൊടുക്കണമെന്ന് പറയത്തില്ല. അതെ, തീർച്ചയായിട്ടും അത് യോഗ്യമായിട്ട് അവർ ചെയ്യുമെന്ന് പറയും. അതിൽ ഈ ദിവസങ്ങളിൽ ദുഃഖിപ്പിച്ച ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പെന്തക്കോസ് നേതാക്കന്മാർ, അവരെ ഇന്ന് പല ഇവർ പറഞ്ഞ പെന്തക്കോസ് മുതലാളിമാരെന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ആ റോഡിൽ ഇറങ്ങിയിട്ടോ തുണ്ടു കൊടുത്തിട്ടോ ഒന്നും തീർച്ചയായിട്ടും ഒരു രക്ഷയില്ല. ഞാൻ 40 വർഷം നമ്മളിപ്പോൾ തിരുവനന്തപുരത്തിരിക്കും. 40 വർഷമായിട്ട് ഈ പട്ടണത്തിൽ എനിക്കെല്ലാവരും അറിയുന്ന രാഷ്ട്രീയക്കാരും ബാക്കിയുള്ളവരും അവർ പലപ്പോഴും നമ്മളോട് സഹകരിക്കാറുണ്ട്, എല്ലാ കാര്യവും സംസാരിക്കാറുമുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങളെല്ലാവരോടും ദയവ് ചെയ്ത് വോട്ട് ചോദിക്കുക. നിങ്ങൾ താഴ്മയോടെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു ജയം തരാൻ ആ മനസ്സിൻ്റെ സന്തോഷം കൊണ്ട് അവർ വോട്ട് ചെയ്യും. അല്ലാതെ ഈ ഞങ്ങൾ എന്ന് വെച്ചാൽ മുഖ്യധാരാ സഭകൾ, ഇവിടുത്തെ കേരളത്തിൽ 4-5 സഭകൾ മുഖ്യധാരാ സഭയുണ്ട്. പാസ്റ്റർ IPC, ചർച്ചകോട്, ഷാരോൺ, അത് കഴിഞ്ഞ് AG, ന്യൂ ഇന്ത്യ, ഇങ്ങനെയുള്ള വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സഭകൾ ഒരുത്തർക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. അവരുടെ നേതാക്കളെ മിണ്ടത്തുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതിനകത്തുനിന്ന് ചില കടലാസ് പുലികൾ, പേപ്പർ സെക്രട്ടറികൾ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത പെന്തിക്കോസ, സിനഡ, കൗൺസിൽ, ഇതാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് രാഷ്ട്രീയ നേതാക്കളെ കാണാൻ പോകും. ഇവർക്കും വളരെ സന്തോഷമില്ല. പിന്നെ ഒരു സംഘടന എന്ന് പറഞ്ഞ് വരുമ്പോഴേ അവർ കാണാതിരിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ അവരെ കാണുന്നത്. അത് കണ്ടിട്ട് അവിടെ നിന്ന് 2 ഫോട്ടോ എടുത്തിട്ട് പറയും ഞങ്ങൾ പിന്തുണ കൊടുത്തെന്ന്. സഹോദരങ്ങളെ, നിങ്ങൾ പിന്തുണ കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടുകാർ പോലും അവർക്ക് വോട്ട് ചെയ്യത്തില്ല. ആർക്ക് പിന്തുണ കൊടുത്താൽ ആ വീട്ടിലുള്ളവർക്ക് ഒരു ഇതായിട്ട് നമുക്ക് പബ്ലിക് ട്രെൻഡിൽ നിൽക്കുന്ന, ഞങ്ങളൊക്കെ എല്ലാ ദിവസവും സ്റ്റേജിൽ നിൽക്കുന്ന പാസ്റ്ററിനെ ഒരു ദിവസം വിടാതെ. അപ്പോൾ പബ്ലിക്കുമായിട്ട് നമുക്ക് എന്തൊരു നല്ല കോൺട്രാക്ടർ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അതുപോലെ തന്നെ വർക്കേഴ്സ്, സർക്കാർ ജോലിക്കാർ, ഇവരെല്ലാം മനസ്സിരിപ്പോൾ നമ്മളോട് സംസാരിക്കാറില്ല. അവരോട് നമ്മൾ കമ്പൽ ചെയ്യാൻ പറ്റത്തില്ല. അവർ പറയുന്നത് ഞങ്ങളുടെ നാടിന് വികസനം കൊണ്ടുവന്ന ഇന്ന വ്യക്തിയാണ് ഞങ്ങൾ വോട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ മതസംഘടനകളെ, അതിന് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം നമ്മൾ ഏത് രീതിയിൽ നിന്നാലും അദ്ദേഹം ഈ അടുത്ത സമയത്ത് അങ്ങോട്ട് ചേർത്തല എങ്ങോട്ട് പോയപ്പം വെള്ളാപ്പള്ളിയെ കണ്ടെന്നല്ലാതെ ഒരു മത നേതാക്കളെ കാണാൻ അദ്ദേഹം അങ്ങനെ പോയിട്ടില്ല. പിന്നെ അതേ ഒരു പ്രത്യേക വിരുന്നോ സൽക്കാരമോ നടത്തുമ്പോൾ എല്ലാവരെയും വിളിക്കും. അങ്ങനെയാണ് ചില കഴിഞ്ഞ ദിവസവും പെന്തക്കോസ്റ്റിലെ ആൾക്കാരൊക്കെ അവിടെ പോയെന്ന് പറയുന്നത്. പിന്നെ അതിൽ നമ്പർ 1 മാർക്ക് ഇടാൻ പറ്റിയ ഒരു വ്യക്തി ശ്രീ VD സതീശൻ. അദ്ദേഹം വളരെ ചൂടായിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ട് ഒറ്റ മത നേതാക്കന്മാർ ശ്രീ VD സതീശൻ കാണാൻ പോയില്ല. അദ്ദേഹം പറഞ്ഞ മത നേതാക്കന്മാരല്ലല്ലോ, നിങ്ങൾ പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുക. അതാണ് പറഞ്ഞ VD സതീശൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ നമ്മൾ പലപ്പോഴും വിമർശിക്കുമ്പോഴും അദ്ദേഹം ഇവിടുത്തെ വലിയ മത നേതാക്കളുടെ ഓരോ അരമനയും കയറി അദ്ദേഹം പോകുന്ന ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു പ്രത്യേക പരിപാടി, ഇഫ്താറോ മറ്റു പരിപാടി വെക്കുമ്പോൾ എല്ലാ മതസംഘടനകളെയും പ്രതിപക്ഷ നേതാവിനെ സഹിതം ക്ഷണിക്ക്. അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മതസംഘടനകൾ എത്ര പറഞ്ഞാലും, NSS പറഞ്ഞാലും, SNDP പറഞ്ഞാലും, പിന്നെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാലും, ഇസ്ലാം സഹോദരങ്ങളുടെ ഇടയിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസമാണ്. അവരെ അതുപോലെ തന്നെ പെന്തക്കോസ്റ്റുകാർ. പക്ഷേ ഇതിലൊക്കെ ഒഴിഞ്ഞു നയിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്രധാന സഭക്കാർ, അവരാരോട് വോട്ടിൻ്റെ കാര്യം പറയത്തില്ല. ഈ മെത്രാന്മാരെ കാണാൻ പോയിട്ട് പിതാക്കന്മാരെ കാണാൻ പോകുന്നവർ പരസ്യം ഇടും. അതിൻ്റെ അടിയിൽ ഏതെങ്കിലും ഒരു പിതാവ് പറയും ഇന്നാക്ക് വോട്ട് ചെയ്യാൻ. അവർ പറയുന്നില്ല. ചെല്ലുന്നവരെ അനുഗ്രഹിക്കും, ആശീർവദിക്കും. എന്നിട്ട് അവർ നാടൻ ഭാഷയിൽ പറയുന്നൊരു കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് MLA ഒക്കെ ആകുമ്പോൾ ഞങ്ങളെ നിങ്ങൾ മറക്കരുത്. ഇങ്ങനെ പറയുന്നത് ഇത്രയും പറയത്തുള്ളൂ. അപ്പോൾ നമുക്ക് വിശകലനം ചെയ്യേണ്ട ടോക്ക് ഷോയിൽ 2021 മുതൽ 26 വരെ ശ്രീ പിണറായി വിജയൻ്റെ ഭരണം അത് ജനത്തിലേക്ക്, 2021 മുതൽ 26 വരുമ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ ഭരണത്തിനകത്ത് പല പൊതുമുഖങ്ങളെയും അവർ കൊണ്ടുവന്നു. അതിലൊന്നാമതായി ഈ ഭരണത്തിനകത്ത് ശ്രീ തോമസ് ഐസക്ക തുടങ്ങി വെച്ച കിബി എന്ന പരിപാടി. കിബി തട്ടിപ്പ വെട്ടിപ്പ എന്നൊക്കെ പറയുന്ന തെറ്റാണ്. നല്ലൊരു പൈസ ഈ കിബി വഴി അവർക്ക് കിട്ടി ഫണ്ടായിട്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ഒരുപാട് പൊതുമേഖലാ രംഗത്തും പൊതുമരാമത്ത് രംഗത്തും. ഞാൻ റോഡുകൾ ഞാൻ അതിലൊന്നാമത്തെ കാര്യം പറയാം.
പിന്നെ ശ്രീ പൊതുമരാമത്ത് മന്ത്രിയായിട്ട് ശ്രീ മുഹമ്മദ് റിയാസ്, നല്ലൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ മരുമോനിസം എന്ന് പറഞ്ഞ് പലരും കുറ്റം പറഞ്ഞു. അദ്ദേഹം ഒരു തലമുറയെ വളർന്ന് വന്ന് ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ച് വന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ കുറ്റം പറയില്ല. പക്ഷേ ഈ ജി സുധാകരൻ ഇരുന്നതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം അനവധി റോഡുകൾ, പാലങ്ങൾ, തീർച്ചയായിട്ടും അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് മറക്കാൻ പറ്റത്തില്ല അമ്പൂരിയിലൊരു പാലം. അത് ജീവിതത്തിൽ ഇന്ന് വരെ ആരും ചിന്തിക്കാത്തൊരു പാലമാണ്. അമ്പൂരി വെള്ളറുടെ 2 പഞ്ചായത്തിലെ ആൾക്കാർ പറയുന്നത് ഞങ്ങൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. രാത്രി 6 മണി കഴിഞ്ഞ ശേഷം വെള്ളമില്ല. ഇത്രയും കിലോമീറ്റർ ഒരു പാലം. അതുപോലെ തന്നെ എറണാകുളത്ത് പെരുമ്പളം ദ്വീപ്, കടലിൽ കൂടെ. ഞാൻ അവിടെ പെരുമ്പളത്ത് പരശുഭവൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ബോട്ടിനകത്ത് കയറിയിട്ടാ പരശുഭവൻ പ്രസംഗിക്കാൻ പോകുന്നത്. ജങ്കാറിനകത്ത് കയറിയിട്ടായി പരശുഭവെല്ലാം പ്രസംഗിക്കാൻ പോയത്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഉദ്ഘാടനം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു ദ്വീപിനെ മറ്റൊരു ദ്വീപായിട്ട് ഗപ്പിയായിട്ട് അതിനകത്തൊക്കെ ശ്രീ മുഹമ്മദ് റിയാസ് നല്ലതുപോലെ വർക്ക് ചെയ്ത. പിന്നെ ഈ കോവിഡിനോടനുബന്ധിച്ച് അദ്ദേഹത്തെ ടൂറിസം മേഖല ഏൽപ്പിച്ചു. പക്ഷേ ഇതറിഞ്ഞ അതിന് ഇവരെല്ലാം പറയും മുഖ്യമന്ത്രിയുടെ മരുമകന. പക്ഷേ ആക്യുറേറ്റ് ആയിട്ട് പൊതുമരാമത്ത് പ്രവർത്തനത്തിൽ മുഖ്യമന്ത്രിയോട് ഈ ടീമിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയായിരുന്നു ശ്രീ മുഹമ്മദ് റിയാസ്. കുറ്റം പറയാൻ പറ്റത്തില്ല. രണ്ടാമത് ഈ മന്ത്രിസഭയിൽ നല്ല പ്രിയപ്പെട്ടവരുണ്ട്. രണ്ടാമതായിട്ടുള്ളത് ശ്രീ KN ബാലഗോപാൽ, കൊട്ടാരക്കരയിൽ നിന്ന് ധനമന്ത്രിയായിരുന്നു. വളരെ നിർണായകമായ പ്രവർത്തനം കാഴ്ചവെച്ചു. സാമ്പത്തികം കേരളത്തിന്റെ സ്ട്രാറ്റജിക്ക് നമുക്കറിയാം. ഇവിടെ ആൾക്കാർ പറയുന്ന പോലെ കള്ള് ലോട്ടറിയുള്ളൂ. കേരളത്തിൽ എന്ത് വ്യവസായം ഇരിക്കുന്നു, ബാക്കി നികുതി കിട്ടുന്നത്. എന്നാലും ശമ്പളം മുടങ്ങാതെ, ആരും ശമ്പളം മുടങ്ങിയിട്ടില്ല, ശമ്പളം മുടങ്ങാതെ പെൻഷനൊക്കെ ആവറേജ് ആയിട്ട് കുറെയെങ്കിലും എത്തിക്കുവാൻ ശ്രീ KN ബാലഗോപാലിന് കഴിഞ്ഞു. അദ്ദേഹത്തിന് നേരെ ഒരു അഴിമതി പോലും ഇല്ല. അദ്ദേഹം കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് അദ്ദേഹത്തിന് KN ബാലഗോപാൽ സാറിന്റെ ഓഫീസിൽ ഇരിക്കുന്നവരും നമ്മുടെ സ്നേഹിതരാണ്. അദ്ദേഹം സമയം കഴിഞ്ഞും കാര്യങ്ങൾ നോക്കി കടമെടുത്തായാലും ഇടമെടുത്തായാലും കേരളത്തിന് കടമുണ്ട്. ശ്രീ മുഖ്യമന്ത്രി പിന്നെ ഉമ്മൻചാണ്ടി സാർ ഇരിക്കുമ്പോൾ 1.5 ലക്ഷം കോടിയുള്ളായിരുന്നു കേരളത്തിന്റെ കടം. 10 വർഷം പൊതുക്കടം കൂടി 6 ലക്ഷം കോടി എപ്പോഴും കേരളത്തിന്റെ കടം. ഇൻഫ്രാസ്ട്രക്ചർ പൈസയില്ല പാസ്റ്റേ. അതുകൊണ്ട് ഓവർ ഡ്രാഫ്റ്റ് എടുക്കും. ഇത് പലർക്കും അറിയത്തില്ല. ഒരു മനുഷ്യന്റെ തലയെണ്ണി കടം മേടിച്ചിരിക്കുക കേരളത്തിന്റെ, നമുക്കറിയാവുന്നേ. ഓരോ മനുഷ്യനും ഓരോ വ്യക്തിക്കും കടമാണ്. നമ്മൾ സെൻട്രലുമായിട്ട് ഇന്ന് കടമാണ് 6 ലക്ഷം കോടി എന്ന് കേരളത്തിന്റെ പൊതുക്കടം. എന്താ വെച്ചാൽ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവർക്ക് എടുക്കാൻ പറ്റുക. അതുകൊണ്ട് ഇപ്പോഴും ഏപ്രിൽ മാസത്തിലും കാവൽ മന്ത്രിസഭയെങ്കിലും അവർക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രിസഭയുടെ കുറ്റമല്ല, കേരളത്തിൽ വികസനമില്ല. എന്താ വെച്ചാൽ കമ്പനികളില്ല, വരുമാനമില്ല. പിന്നെ പബ്ലിക്കിൽ നിന്ന് കിട്ടുന്ന പൈസ, പൊതുജനത്തിന്റെ പൈസ, വീട്ടുകരം, നികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, അതുപോലെ കള്ളിനകത്ത് വരുന്ന ടാക്സുകൾ, ലോട്ടറിയിലുള്ള GST, ഇതെല്ലാം വെച്ച് പെട്രോൾ, ഡീസൽ ഇത് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്തു വന്നു. പക്ഷേ ഈ പ്രതിസന്ധിയുടെ നടുവിലും പലപ്പോഴും കേന്ദ്രമൊക്കെ കേരളത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും ശ്രീ KN ബാലഗോപാൽ അദ്ദേഹം രാഷ്ട്രീയം സംസാരിക്കാതെ അദ്ദേഹത്തിൻ്റെ മണ്ഡലവും നോക്കി അതോടൊപ്പം തന്നെ പെൻഷന് ശമ്പളവും കിട്ടാതെ ബുദ്ധിമുട്ട് വരാതെ, സർക്കാർ ജീവനക്കാരോട് പുള്ളി നേരത്തെ പറഞ്ഞ ശമ്പളം കൂട്ടിത്തരാനൊന്നും പറ്റത്തില്ല, പക്ഷെ നിങ്ങൾ ഉള്ളത് കൊണ്ട് കിട്ടുമെന്നുള്ളത്. അതുകൊണ്ട് ഈ കോൺഗ്രസിന്റെ സെക്രട്ടറി NGO അസോസിയേഷൻ പോലും ഒരു സമരം ഉണ്ടാക്കിയിട്ടില്ല ആ കാലഘട്ടത്തിൽ. രണ്ടാമത്തെ പ്രവർത്തനം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ നല്ലൊരു മന്ത്രിയാണ് P രാജീവ്, എറണാകുളത്ത് നിന്നുള്ളത്. അദ്ദേഹം ആവശ്യമില്ല ജനങ്ങളോടൊന്നും ആൾക്കാരോട് സംസാരിക്കത്തില്ല. അദ്ദേഹത്തെ ഏൽപ്പിച്ച വകുപ്പ് കഴിവതും വ്യവസായം കൊണ്ടുവരാനും തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ആശാവർക്കർ ഒഴിച്ച് വലിയ സമരങ്ങളൊന്നും വരാതെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി P രാജീവിന് കഴിഞ്ഞു. അദ്ദേഹം നല്ല മന്ത്രിയാണ്. KN ബാലഗോപാൽ, P രാജീവ്, മുഹമ്മദ് റിയാസ്. അതേ ടീമിലെ പാലക്കാടുകാരൻ MP രാജേഷ്, തദ്ദേശ വകുപ്പ് മന്ത്രി. ആദ്യം ഈ കെട്ടിടം വെക്കാനുള്ള പൈസയൊക്കെ ഒന്ന് കൂട്ടി പിന്നത്തതിൽ ആ പൈസ കുറച്ചുകൊണ്ട് വന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് വന്നു. അങ്ങനെ നല്ല കുറേ ടീമായിട്ട് ഈ ചെറുപ്പക്കാർ നല്ലോണം വർക്ക് ചെയ്തു. അതിനുശേഷം നെടുമങ്ങാട്ടിലുള്ള നമ്മുടെ GR അനിൽ നല്ല ക്ലിയർ മന്ത്രിയാണ്. സാധാരണക്കാരുടെ ഇടയിൽ നല്ല ക്ലിയറായിട്ട് നിന്ന് റേഷൻ സംവിധാനം 1 മാസം പോലും റേഷൻ മുടങ്ങാതെ അതനുസരിച്ച് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതനുസരിച്ച് ഓരോ കാർഡിനും 10 കിലോ 15 കിലോ ബാക്കി ഇതെല്ലാം കൊടുക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിഞ്ഞു. റേഷൻ സംവിധാനം അത് അദ്ദേഹം ക്ലിയറാക്കി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ R രാജൻ CPIയുടെ പിന്നെ റവന്യൂ വകുപ്പ് മന്ത്രി. ഈ കാലഘട്ടത്തിൽ കയ്യേറ്റ ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഭൂമി കയ്യേറിയതായിട്ട് ഒരു കേസും വന്നില്ല. ഇടുക്കി തന്നെ ഒരു സൂചേട്ടകന്റെ ഭൂമി പുള്ളി തിരിച്ചു പിടിച്ച് നമുക്കറിയാം. അദ്ദേഹം പല പാർട്ടിക്കാരെ പിടിച്ച് കുരിശ് കൊണ്ടുവച്ചിട്ട് കുരിശടിച്ച് പിടിച്ചിട്ടിച്ചിട്ട് രാജൻ അത് പിടിച്ചു. രാജനൊക്കെ നല്ല മന്ത്രിയാ. അത്രയും കാര്യം കയ്യേറ്റം ഉണ്ടായില്ല. അതുകൊണ്ടാണ് CPI-CPM തമ്മിൽ ഇടുക്കിയിലും പ്രശ്നം വരുന്നത്. പല കയ്യേറ്റത്തിന്റെ CPM നിൽക്കുമ്പോൾ CPI-ക്കാർ അതിനെതിരെ നിൽക്കുകയാണ്. അങ്ങനെ നല്ല മന്ത്രിമാരാണ്. പിന്നെ KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം ട്രാൻസ്പോർട്ട് മേഖലയിൽ വളരെ നല്ല കാര്യം ചെയ്തു. പക്ഷെ എന്നും അദ്ദേഹം ആരോപണ വിധേയനാണ്. അതാണ് ഈ പ്രശ്നം. അത് സിനിമയും രാഷ്ട്രീയവും രണ്ടാണ്.
അയാൾ സിനിമാക്കാരൻ തൂങ്ങുന്നത് പോലെ പല കാര്യങ്ങൾ തോന്നുന്നു. അത് സർക്കാരിന് തന്നെ പല മേഖലയിലും ബുദ്ധിമുട്ടുണ്ടായി. ഈ അവസാന ദിവസങ്ങളിൽ പിണറായി വിജയന് തന്നെ അവസാന മന്ത്രിസഭാ യോഗങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ട്രാൻസ്പോർട്ടിംഗ് മേഖല വളരെ കാര്യമായിട്ട് വികസിപ്പിച്ചെടുത്തൊരു മന്ത്രിയാ ശ്രീ ഗണേഷ് കുമാർ. KSRTC ഇപ്പോൾ ലാഭത്തിലാക്കിയിരിക്കുന്നത്. KSRTC ലാഭത്തിലാക്കാൻ പരസ്യം, അദ്ദേഹത്തിന് കൊറിയർ, ഇതെല്ലാം കൂടെ. പിന്നെ ആ KSRTC വഴി നമുക്ക് അഴിമതി നടന്നിട്ടുണ്ടോ നമുക്ക് ഗണിക്കാൻ ആളല്ല. കുറേ കാര്യങ്ങൾ എന്താ വെച്ചാൽ KSRTCയുടെ ശമ്പളമല്ല ഏകദേശം നിലയിൽ കൊണ്ടുവരുവാനും വണ്ടികൾ കൊണ്ടുവരുവാനും ഒക്കെ ശ്രീ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായും പിന്താങ്ങുന്നതല്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ, ഭരണത്തിൽ മാന്യമായൊരു നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ എന്നും ആരോപണ വിധേയനാണ്. അതായത് ഏത് മന്ത്രിസഭ ഇരുന്നാലും പ്രതിപക്ഷത്തിരുന്നാലും അത് കറക്റ്റ് ചെയ്ത് പോകേണ്ട അദ്ദേഹത്തിൻ്റെ കാര്യം, നമുക്കത് അഡ്വൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ശ്രീ വീണ ജോർജ്, നമുക്കറിയാം കുറേ കാര്യങ്ങളിൽ അവർ മുന്നോട്ട് ഓടിയ നല്ലൊരു മന്ത്രിയാണ്. പക്ഷേ ഈ സ്ത്രീകളിൽ ഒരു കുഴപ്പമുണ്ടതുപോലെ ചില കാര്യങ്ങൾക്ക് അവർക്ക് ഭയങ്കര മുൻകോപം. അതെന്താ വെച്ചാൽ ചാനലുകാരെടുത്ത് തട്ടിക്കയറുക, പക്ഷേ ഡോക്ടർമാരെടുത്ത് പിൻവാതിൽ കൂടെ. അതൊക്കെ മെഡിക്കൽ കോളേജിൽ ഒത്തിരി വിഷയങ്ങളുണ്ടായി. അതൊക്കെ ജനത്തിൻ്റെ ഇടയിൽ വന്നു. അതുകൊണ്ട് ഈ എപ്പോഴും പബ്ലിക്കുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. മനസ്സിലാകുന്നവർക്ക് CPM-ൻ്റെ മരിച്ചുപോയ നല്ല കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം പല കാര്യങ്ങളിലും ഇടപെടുന്ന. പക്ഷേ പത്രക്കാരോ ചാനലുകാരോ ചോദിച്ചു കഴിഞ്ഞാൽ പിണറായിയുടെ കണക്കല്ല, അദ്ദേഹം ചിരിച്ചോണ്ടേ കാര്യം പറയും. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പക്ഷേ ഇൻറ്റേർണലായിട്ട് പാർട്ടിക്ക് അതീതമായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തെങ്കിൽ പോലും ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് അദ്ദേഹം പബ്ലിക്കുമായിട്ട് നല്ലൊരു ഇടപാടുണ്ടാകും. ഈ നമ്മുടെ വീണ ജോർജിൻ്റെ കാര്യം പറയുമ്പോഴേ നമ്മളിപ്പോൾ ഇരിക്കുന്ന സിറ്റിയിലെ മേയറിൻ്റെ കാര്യം പറയേണ്ട വളരെ അത്യാവശ്യം. അവർ നല്ലൊരു പെൺകുട്ടിയായിരുന്നു, ശ്രീ ആര്യ രാജേന്ദ്രൻ. പക്ഷേ ഈ ആര്യ രാജേന്ദ്രൻ നല്ലൊരു പദവി കിട്ടപ്പം നമ്മൾ ബൈബിൾ പ്രസംഗിക്കുന്നവരെ വന്ന വഴി മറക്കരുതെന്ന് പറഞ്ഞതുപോലെ അവർ 1-2 കാര്യങ്ങളിൽ വയലേറ്റ് ചെയ്തു. ഒന്ന്, ആ ബസ് തടഞ്ഞു നിർത്തിയതിൽ ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ അത് തിരുവനന്തപുരത്ത് അത് യദുവിനെതിരെ നല്ലൊരു ശതമാനം വോട്ട് പോയി. നമ്മൾ ഈ സിറ്റി കോർപ്പറേഷൻ കിടക്കുന്ന എല്ലാവരോട്ട് സഹകരിക്കുന്നില്ലയോ? അവർ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവർ പോലും ഈ സൗകര്യം വോട്ട് ചെയ്തില്ല. അതിനോടനുബന്ധിച്ച് പാസ്പോർട്ട് ഓഫീസിലെ കണ്ടുപോയപ്പോൾ ഒരു സെക്യൂരിറ്റിയോട് അവർ അച്ഛൻ്റെ പ്രായമുള്ള സെക്യൂരിറ്റിയോട് അവർ മോശമായിട്ട് പെരുമാറിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരു മിനിസ്റ്റീരിയൽ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസാണ്, നിങ്ങളുടെ മേയറാന്ന് പറഞ്ഞ് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അന്നങ്ങാണ്ട് ഇവർ പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജോലിയും കൂടെ തെറിപ്പിക്കുമെന്ന്. ഒരു പട്ടാളക്കാരൻ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. സെൻട്രൽ ഗവൺമെൻറ് അവർ താഴ്മയോടെ ഇരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഈ സിറ്റിയിൽ തന്നെ CPM-ന്റെ വളരെ സീനിയർ നേതാക്കൾ M. വിജയകുമാർ സാറ്, ആനാവൂർ ശിവൻകുട്ടി അണ്ണൻ അവർ വിളിക്കുന്നു. അത് കഴിഞ്ഞ് കടകംപള്ളി പലരുമായിട്ട് ചൂടാണെങ്കിലും എല്ലാം പബ്ലിക്കുമായിട്ട് നല്ല ഇതായിരുന്നു. ഈ സഹോദരി ഇത് പറഞ്ഞതുകൊണ്ടാണ് നല്ലൊരു ശതമാനം കോർപ്പറേഷൻ പരാജയം വന്നത്. അത് മാത്രമല്ല ഒരു സീറ്റ് പോലും കൊടുത്തിട്ടില്ല. അല്ല, സീറ്റല്ല ഭാഷ, അതിനെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. മുൻ മേയർ, അവർ തിരുവനന്തപുരത്ത് 5 വർഷത്തെ മേയറായിരുന്നു. അപ്പോൾ അവരെ ഇന്ന് CPM ഒരു പരിപാടിയിൽ പോലും പങ്കെടുപ്പിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, വന്ന് കണ്ടിട്ട് പോകുന്നത് പോലെ വന്നിട്ട് വെറുതെ ഒരു കാണി വന്നിട്ടുള്ള അവരുടെ പേര് പോലും സ്റ്റേജിൽ പറഞ്ഞില്ല. അന്ന് അവസാനമായിട്ട് CPM ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത ഈ സൗകര്യക്ക് പിന്നെ ഇവിടെ കോർപ്പറേഷൻ ഏതെങ്കിലും സീറ്റ് കൊടുത്താൽ അവർ അന്ന് പാർട്ടി സെക്രട്ടറിയോടെല്ലാം പറഞ്ഞത് ഇവർ നിന്നാൽ ഉള്ള ഒട്ടുകൂടെ പോകും, നിർത്തരുതെന്ന് പറഞ്ഞു, പ്രചരണത്തിനിറങ്ങരുതെന്ന് പറഞ്ഞു. മുൻമേയർ തിരുവനന്തപുരം കോർപ്പറേഷൻ 100 വാർഡ് ഭരിച്ച മേയർ പ്രചരണത്തിനിറങ്ങരുതെന്ന് CPM പറഞ്ഞു. അവരിറങ്ങിയില്ല. കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവിലെ മറ്റൊരു ശിവൻകുട്ടിയുടെ ഒരു യോഗത്തിന് വന്നിട്ട് അവരവരുടെ കുട്ടിയായിട്ട് അവിടെ നിന്നതാണ്. എന്താ അവരെ അവോയ്ഡ് ചെയ്തു. ഒരു സ്റ്റേജിൽ പോലും മുന്നൊരു പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ വന്നു കഴിഞ്ഞാൽ അവർ അവോയ്ഡ് ചെയ്യും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ താഴ്മ ഇല്ലാതിരിക്കുന്നതിന്റെ കുഴപ്പത്തിലാണ് ആ സഹോദരി പോയത്. പക്ഷെ അതിന് മുമ്പ് തിരുവനന്തപുരം സിറ്റിയുടെ മേയറുണ്ടായിരുന്നു ശ്രീ VK പ്രശാന്ത്. പ്രശാന്ത് എല്ലാവരോടും നല്ല സ്നേഹമായിരുന്നു. VK പ്രശാന്ത് നല്ല സ്നേഹമായിരുന്നു. അതുകൊണ്ട് പ്രശാന്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ടല്ലേ ആ മേയർ സ്ഥാനത്ത് നിന്ന് പ്രശാന്തിനെ വട്ടിയൂർക്കാവിലേക്ക് വിട്ട് പുള്ളി MLA ആയി. ഈ സഹോദരി, ഈ പ്രിയപ്പെട്ട നമ്മുടെ ആര്യ രാജേന്ദ്രൻ, ആ സഹോദരി വളരെ താഴ്മയോടെ നിന്ന് കോർപ്പറേഷൻ പ്രവർത്തനങ്ങളിൽ നിന്നരുത്. ഇന്ന് അവർ കാൻഡിഡേറ്റ് ആയിരുന്നു തിരുവനന്തപുരത്ത്. ജയിക്കാറുണ്ട്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കോർപ്പറേഷൻ ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരുപാട് ചർച്ചകളുണ്ടായി, എന്തുകൊണ്ട് സീറ്റ് കൊടുത്തില്ല. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അടുത്ത MLA ഇലക്ഷൻ വരുന്നതാണല്ലോ, അതൊരിക്കലും കൊടുക്കത്തില്ല. അല്ല, വരുവാണ് അപ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കാത്തതെന്ന് അന്ന് പറഞ്ഞത്. അത് വെറുതെ ആൾക്കാരോട് പറഞ്ഞ് വട്ടിയൂർക്കാവ് കൊടുക്കുമെന്ന്. അത് പലരും എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രശാന്ത് അല്ലാതെ വട്ടിയൂർക്കാവ് ആരും വരത്തില്ല. പ്രശാന്ത് വളരെ താഴ്മയോടെ കോർപ്പറേഷൻ മേയറായിട്ടിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സംഭവമാണ്. ഒരുപക്ഷെ പിണറായി വിജയന്റെ സർക്കാർ, കഴിഞ്ഞ വർഷത്തെ സർക്കാരിൽ വളരെ കുറേ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ പലരും മെഷീനറീസ് വളരെ ധിക്കാരപരമായി പലരോടും ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാ ബഹുമാനത്തോടും ശ്രീ പിണറായി വിജയൻ ചില കാര്യങ്ങൾ അദ്ദേഹം ആ പ്രായത്തിനുണ്ടായിരിക്കും. അദ്ദേഹത്തിന് 82 വയസ്സുണ്ട്. ചിലപ്പം ഈ ഉമ്മൻചാണ്ടി സാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പ്രായത്തിനിടയ്ക്കും ഈ പത്രക്കാർ, മീഡിയാസ് എപ്പോഴും ചിരിച്ചുകൊണ്ടൊക്കെ പ്രതികരിക്കുന്നത്. ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ്റെ സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് അത് എഴുന്നേറ്റ് പോകുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവർക്ക് കുഴപ്പമുണ്ടാകാൻ
അവസാന ദിവസങ്ങളിൽ അനവധി ആരോപണങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വന്നു. അതാണ് UDF പഞ്ചായത്ത് ഇലക്ഷനിൽ ഒത്തിരി മേൽക്കൈ കിട്ടാൻ കാര്യം. ഒന്നാമത്തെ കാര്യം ആർക്കും അതറിയാത്ത CPM-നകത്ത് പാർട്ടി വഴക്ക് ഭയങ്കരമാണ്. ഇത് കോൺഗ്രസിന്റെ കണക്ക് പുറത്തു വരുന്നില്ലെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഭയങ്കര ഗ്രൂപ്പ് വഴക്ക് ഭയങ്കരമാണ്. അതിനുള്ളിൽ നടക്കുന്ന കലാപമാണ്. നമ്മൾ കണ്ണൂരിൽ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ഒന്നും വരത്തില്ല. CPM ജയിക്കുന്നെങ്കിൽ കണ്ണൂരിൽ ഒരുമാതിരിപ്പെട്ട നല്ല ചുവപ്പ് കോട്ടയ്ക്കകത്ത് അനവധി പേര് എവിടെ പോയി. ഇന്ന് കോൺഗ്രസിന്റെ സപ്പോർട്ടോടുകൂടി 2 പേര് പുറത്തു പോയി പാർട്ടിയുടെ. അതുപോലെ തന്നെ കണ്ണൂരിന്റെ ലോബി എന്ന് പറയുന്നത് EP ജയരാജൻ, P ജയരാജൻ, MV ജയരാജൻ, അവരെ 3 പേരെ ഈ സംഘടനയിൽ നിന്ന് ഇന്നൊന്നുമല്ലാതാക്കി. അവരാരുമല്ല. പിന്നെ അവർ ഈ പാർട്ടിയിൽ നിന്ന് പോയ രക്ഷയില്ല. അതുകൊണ്ട് പറയാം. പിന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളുടെ ഇടയ്ക്ക് CPM-ൽ ഒരു ഇത് വന്നു. എന്താണെന്ന് വെച്ചാൽ BJP-യുടെ നേതാവിനെ പോയി EP ജയരാജൻ കണ്ടു. കഴക്കൂട്ടത്തിനടുത്ത് ലുലൂസന്റെ അടുത്ത് ഫ്ലാറ്റിൽ പോയി കണ്ടത്. എന്തിനു വേണ്ടി കണ്ടു? അത് പാർട്ടിയിൽ ഭയങ്കര ചർച്ചാ വിഷയമായി. കേന്ദ്രത്തിൽ പിണറായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കേസുകൾ കിടക്കുന്ന ലാവൽ കേസ്, മറ്റ് കേസുകൾ. ഇത് സെൻട്രൽ ഗവൺമെൻറ്റായിട്ടോ അഥവാ BJP-യുടെ ഇദ്ദേഹമായിട്ട് BJP-യുടെ നേതാവുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കാൻ പോയതാണെന്നൊരു ഇത് വന്നു. അതെല്ലാം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണാൻ. അതാണ് കോർപ്പറേഷൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭയങ്കരമായ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്സിസ്റ്റുകാരുള്ള ഞങ്ങളുടെ ജില്ലയിലാണ്, കൊല്ലം ജില്ലയിലാണ്. CPM-ആണ് ഏറ്റവും വലിയ പാർട്ടി. അത് തൊഴിലാളി പാർട്ടി, കർഷകരുടെ പാർട്ടി, അതോടൊപ്പം കശുവണ്ടി തൊഴിലാളികൾ. കണ്ണൂരിനേക്കാളും കൂടുതൽ കൊല്ലം ജില്ലയിലാണ്. പിന്നെ ആ കൊല്ലം ജില്ലയിലെ കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോൺഗ്രസ് പിടിച്ചുകൊണ്ടുപോയി. എന്താ വെച്ചാൽ ആ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ഈ ജില്ലകളിൽ ഒരു വിഷയം വന്നു. ഈ കണ്ണൂർ ലോബി കഴിഞ്ഞ ഭരണങ്ങളിൽ മുഴുവൻ അവരുടെ കൈകടത്തലായിരുന്നു. ഭാഷ മനസ്സിലാക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂര്, സ്പീക്കർ ഷംസീർ കണ്ണൂര്, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂര്, ഇടതുമുന്നണിയുടെ കൺവീനർ EP ജയരാജൻ അന്ന് കണ്ണൂര്, മുഴുവൻ കണ്ണൂർ. അപ്പൊ ഇവരുടെ കയ്യിൽ ഹൈജാക്ക് ചെയ്യും. ഈ VS മരിക്കുന്ന മുമ്പ് ആരോട് പറഞ്ഞെന്ന് പറഞ്ഞ് ഈ പാർട്ടി മുഴുവൻ കണ്ണൂർക്കാർ ഹൈജാക്ക് ചെയ്യും. അതുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ആരോട് പറഞ്ഞു, അങ്ങനെ അവർക്ക് പിടികിട്ടി. അതിനുശേഷം ഒരുപാട് പേര് ഇതിനകത്ത് ഇവർ അവോയ്ഡ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്തപ്പോൾ മുഴുവൻ മെഷീനറീസും AKG സെന്റർ മുതൽ പാർട്ടി വരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വളരെ വിദഗ്ധനായ വ്യക്തി P ശശി, അദ്ദേഹത്തെ കൊണ്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് വേറെ ആരെ കൊണ്ട് പറ്റത്തില്ല. അദ്ദേഹവും കണ്ണൂർക്കാരനാണ്. അപ്പൊ എല്ലാ കണ്ണൂർ ലോബിയുടെ കയ്യിൽ പോകുന്നത് ഇവിടുത്തെ ഇന്റേണൽ, എന്താ വെച്ചാൽ പുറത്തെ ചർച്ചകളിലല്ല, അകത്ത CPM-നകത്ത് ചർച്ച വന്നു. ആ ചർച്ച വന്നപ്പോൾ നിഷ്പക്ഷമായിട്ടിരിക്കുന്ന CPM-കാർ ഒരു കാര്യം തീരുമാനിച്ചു. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ബാക്കി കാര്യത്തിലും ഇവർക്ക് പ്രതികരിക്കണം. അതുകൊണ്ടാണ് കണ്ണൂർ മുനിസിപ്പാലിറ്റി എവിടെയൊക്കെ കിട്ടാമോ അതെല്ലാം കിട്ടിയത്. അതോടൊപ്പം BJP-ക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് കുറെ വികസന പ്രവർത്തനമുണ്ട്. ഈ മോഡിജി പല കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു അഴിമതി വന്നിട്ടില്ല. ഒറ്റ മന്ത്രിക്കെതിരെ കേന്ദ്രത്തിൽ അഴിമതിയില്ല. അത് സിസ്റ്റമാറ്റിക്കാ മോഡിജിയുടെ. അത് നമ്മൾ BJP-യെ ബഹുമാനിക്കുന്നതും എല്ലാ പാർട്ടികളെയും ബഹുമാനിക്കുന്നതും. ഇതുവരെ ഞാൻ 3ാം ടൈമിൽ BJP പോയിക്കൊണ്ടിരിക്കുക. ഇതുവരെ ഒരു മന്ത്രിക്കെതിരെ അഴിമതിയില്ല. രാജ്നാഥ് സിംഗ് ഉണ്ട്, അമിത്ഷാ ഉണ്ട്, ഇവർ പണം മേടിച്ച ജയശങ്കർ ഉണ്ട്, വൻ മന്ത്രിമാർ കേന്ദ്രത്തിലുണ്ട്. അവർക്കെതിരെ ഒരു അഴിമതി വന്നിട്ടില്ല. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പരാജയം ബോഫോഴ്സ് അഴിമതി, 2G സ്പെക്ട്രം, ഇതിനകത്തെല്ലാം ഈ ജനാധിപത്യം എന്ന് പറഞ്ഞ അഴിമതി. പക്ഷേ BJP സെക്യുലറായിട്ട് അവരിനി കോർപ്പറേറ്റുകളുടെ ഗവൺമെന്റ് ആയിരിക്കും. അദാനി പൈസ കൊടുക്കും, അംബാനി പൈസ കൊടുക്കും. പക്ഷേ അത് മന്ത്രിമാരിലേക്കല്ല, ഫാസ്റ്റ് ഇത് ഫണ്ടിലേക്കാണ്, ആ ഇലക്ഷൻ ഫണ്ടിലേക്കാണ്. അതുകൊണ്ടാണ് അവരുടെ വിജയം. അതുകൊണ്ട് ഈ കേരളത്തിൽ ഇന്റേണലായിട്ടൊരു ചിന്താഗതി ഉണ്ടായി. അതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനനുബന്ധിച്ച് വേറൊരു വിഷയം കൂടെ വന്നു. അതിലാ ഹൈന്ദവ സഹോദരങ്ങളെ ശബരിമല സ്വർണ്ണക്കൊള്ള അത് ആഞ്ഞടിച്ച് അത് ഗവൺമെന്റ് ഒന്ന് പൂഴ്ത്തിയെങ്കിൽ ഹൈക്കോടതി ഇടപെട്ടപ്പോൾ പല പുള്ളികളും എന്തോ ഇത് ജയിലിലേക്ക് പോയി. ഇതിനു മുമ്പ് അത് നടന്ന ഒരു വലിയ വിഷയമായിരുന്നു. അവരിപ്പോ ജാമ്യം കിട്ടിയെങ്കിൽ അത് നല്ലോണം എഫക്ട് ചെയ്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നെങ്കിലും ഹൈന്ദവ സഹോദരങ്ങളെ വല്ല വിശ്വസ്തമായ ഒരു കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത്. നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ ഇന്നും പമ്പയിലേക്ക് രാത്രിയും പകലും ആൾക്കാർ വരിക. അവർ കൊണ്ടുവന്ന നാണയങ്ങളും തുട്ടുകളും അവരുടെ വിശ്വാസപ്രകാരം കൊടുക്കുക. അതെല്ലാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മറ്റോ കയറി ഇതെല്ലാം അടിച്ചുകൊണ്ടുപോയി. അപ്പൊ ജനം വിചാരിച്ചവർ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു. അതുകൂടെ പ്രതികരിച്ചു. അതാണ് പഞ്ചായത്ത് ഇലക്ഷന് നിർണായകമായ. VD സതീശനും അറിയത്തില്ല, കോൺഗ്രസ്സുകാർക്കും അറിയത്തില്ല. ഇത്രയും കോർപ്പറേഷൻ, കൊല്ലം കോർപ്പറേഷൻ ചരിത്രത്തിലാദ്യമായി, കണ്ണൂർ മുനിസിപ്പാലിറ്റി, അനവധല്ല ഇതെല്ലാം പിടിച്ചുകൊണ്ടത്. അതിന്റെ ഒരു ഹൈ ഫാക്ടറാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അല്ലെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ലായിരുന്നു. ശബരിമല വിഷയം തിരുവനന്തപുരം ഏറ്റെടുത്തു. ഈ VV രാജേഷ് നല്ല ബുദ്ധിയുള്ളതാ, അഡ്വക്കറ്റുമാണ്. അപ്പൊ ഈ പെൺകുട്ടിക്കുള്ള വികാരം വെറുതെ അതോടുകൂടി അവർ തിരുവനന്തപുരം ഏറ്റെടുത്ത്. പിന്നെ
തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബരിനാഥനെ കൊണ്ടുവന്നത് കൊണ്ട് കോൺഗ്രസിന് 10-12 സീറ്റാണ് പണ്ട് കിട്ടിക്കൊണ്ടിരുന്നത്, ഇച്ചിരി മെച്ചപ്പെടാൻ കൊണ്ടുവന്നു. അല്ലാതെ ഇതില്ല. അങ്ങനെയെങ്കിൽ ആ ഒരു മാൻഡേറ്റ്, അതാണ് അവർ പറഞ്ഞ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ടുള്ള ട്രയലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. നമ്മുടെ അവലോകനം കേൾക്കുന്നവരോട് പറയാം, ആ ട്രെൻഡ് നിലനിന്നിരുന്നെങ്കിൽ ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം, ഇന്ന് 90-ൽ പരം സീറ്റ് UDF നേടിയാണ്. ഫാസ്റ്റ് പിടി കിട്ടിയോ? ദ സെയിം ട്രെൻഡ് ഈസ് ഗോയിങ് ആസ് വെൽ ആസ് ദ എലക്ഷൻ അറ്റ് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ. ദാറ്റ് ഈസ് എ ബെറ്റർ ട്രെൻഡ് ഫോർ UDF. ആ ട്രെൻഡ് ഉണ്ടായിരുന്നേ. ഇന്ന് സജു ചാത്തൻ്റെ ഒരു സ്റ്റുഡിയോ ഇരുന്ന് പറഞ്ഞാൽ 90 സീറ്റ് UDF കിട്ടിയാണ്. അന്ന് മെഷീനറി ക്ലിയർ ആയിരുന്നു. പക്ഷേ അത് പിന്നെ ജയിച്ചു കഴിഞ്ഞപ്പോഴല്ലേ അവന്മാരെല്ലാം കൂടെ 5 ഗ്രൂപ്പായില്ല. അപ്പോൾ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു തുടങ്ങി. അതാണ് കോൺഗ്രസിന് വന്ന പരാജയം. തീർച്ചയായിട്ടും അന്നാണ് അവന്മാർ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചത്. ഭരണം കിട്ടുമെന്നറിയാം. ചെന്നിത്തല പറഞ്ഞ് എനിക്ക് വേണമെന്ന്, തെറ്റല്ല. സതീശൻ പറഞ്ഞ് എനിക്ക് വേണമെന്ന്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ MP ശശി തരൂർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആസ് വെൽ ഐ ആം കമ്മിങ് ആൻ ചീഫ് മിനിസ്റ്റർ. ഞാൻ വരുവന്നേ നല്ല വികസനം കൊണ്ടത്. പുള്ളിക്ക് ഒരു താല്പര്യം, പുള്ളി അതിൽ പിന്മാറി. അത് കഴിഞ്ഞിട്ട് KC വേണുഗോപാൽ കേന്ദ്രത്തിന്റെ ആളാ. അദ്ദേഹം വിചാരിച്ച് എനിക്കൊരു കേരള മുഖ്യമന്ത്രിയെ നമ്പർ 1 കൊടിവെച്ച കാറിപ്പോൾ വന്ന്. പിന്നെ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടൽ എന്ന് പറയുന്ന പോലെ 2 ചേട്ടന്മാർ കാത്തിരിക്കുക. അതാണ് K. സുധാകരനും മറ്റേത് അടൂർ പ്രകാശും. ഇവർ 2 പേരും ഈ ഇലക്ഷന് സീറ്റ് പിടിക്കാൻ നിന്നേ. അതിനെന്താ വെച്ച് കഴിഞ്ഞാൽ സമുദായ സംഘടനാ വാക്യം അടൂർ പ്രകാശുമായി SNDP ആയിട്ടുള്ള ബന്ധം വെച്ചിട്ട് അദ്ദേഹം ഒരു കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ സീനിയർ നേതാവാ, ഇപ്പോഴത്തെ UDF കൺവീനറാ അദ്ദേഹം. അതുകൊണ്ടാണ് പറഞ്ഞാൽ കോന്നി മത്സരിക്കാന്ന്. ഇതെല്ലാം നേരത്തെ ആൾക്കാർക്ക് അറിയാം. അത് കഴിഞ്ഞിട്ട് കെ സുധാകരൻ പണ്ട് മുഖ്യമന്ത്രിയോട് വെല്ലുവിളിച്ചതാ, ഞാൻ നിങ്ങളിരുന്ന കസേരയിരിക്കും എന്നൊക്കെയാ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. കണ്ണൂരിന്റെ ലോബിയുണ്ട്. അതുകൊണ്ടാണ് ഇവര് ഈ ഡൽഹി പോയി കെട്ടിക്കിടന്നത്. ഈ ട്രെൻഡ് മുഴുവൻ മാറ്റിയത് ഈ കോൺഗ്രസിലെ പടലപ്പിണക്കം. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ക്ലിയർ ആയനെ. അതിന്റെ ഫോർമുല ഇനി ആരും മുഖ്യമന്ത്രിയാവും, സീറ്റിന്റെ കാര്യം കൂടെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം. അപ്പൊ അതിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഇവർ 5 പേര് 4-5 പേര് കച്ചകെട്ടി നിന്നതാ. ഞാൻ അതിന് മലയാളത്തിൽ എപ്പോഴും ഒരു വാക്ക് പറയാറുണ്ട്, ഇനി അവരെ ജയിപ്പിക്കരുത്. അവസാനം K. സുധാകരൻ പെരുവഴിയാവുമെന്നറിഞ്ഞ് അതുകൊണ്ട് അദ്ദേഹം പിന്നെ ഡൽഹി വെച്ച് പറഞ്ഞ് പാർട്ടിയാ വലുത്, ഞാൻ ആരാ. എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിയനെ തോപ്പിക്കാൻ കണ്ണൂക്കാർ വിചാരിച്ചാൽ. ഇതിനകത്തൊരു ബ്ലാക്ക് ഫാക്ടർ ഉണ്ട്, കറുത്ത എഫക്റ്റ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ KCക്ക് ഒരിക്കലും കേരള മുഖ്യമന്ത്രിയാവാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ KCയുടെ പിന്നിൽ ആരോപണം കിടപ്പുണ്ട്. സോളാർ സംബന്ധിച്ച് പല കാര്യങ്ങളും കോൺഗ്രസ്സുകാരുടെ കിടപ്പുണ്ട്. അപ്പോൾ സതീശനെ ചെന്നിത്തലയെ വെട്ടുവാന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് പത്രത്തിൽ കോൺഗ്രസ്സുകാർ ഇത് കൊണ്ടുവരും. ഇത് പാസ്റ്റർ എല്ലാവർക്കും അറിയുന്ന ഈ സോളാർ വിഷയം ഇടതുപക്ഷം മാത്രമല്ല, ഈ കോൺഗ്രസിനകത്തുള്ളവരോട് ഇതിനെ ഹൈറൈസ് കുത്തിപ്പൊക്കി അന്നത്തെ കാലത്ത് പാസ്റ്റർ അറിയണം. ഇത് എന്താ വെച്ചാൽ കോൺഗ്രസിലുള്ളവർ ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹത്തിന്റെ പതനം കാണാൻ നിന്ന് ചില ചേട്ടന്മാരും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടായി സോളാർ കത്തിയത്. അതിനകത്ത് ആരോപണ വിധേയന KC വേണുഗോപാൽ. അത് ഇന്നുവരെ കേസൊക്കെ പിന്നെ കമ്മീഷൻ അടിച്ച് കാണിച്ചതിൽ അതിന്റെയൊക്കെ രേഖമാരെ ഇരിപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം, സോളാർ വിഷയത്തിൽ ആരോപണ വിധേയന അടൂർ പ്രകാശും. എന്തെങ്കിലും ഇവർക്കൊരു മുഖ്യമന്ത്രി സ്ഥാനം വരുവന്ന കോൺഗ്രസിലുള്ളവർ മറ്റുള്ളവർക്ക് ഇതിൽ തുണ്ടിട്ട് കൊടുത്തവന്മാർക്കെതിരെ വീണ്ടും പ്രശ്നം കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ K. സുധാകരനെ സംബന്ധിച്ച് വേറൊരു വിഷയമുണ്ട്. അതായത് കേസ് ഇപ്പോഴും നടക്കുക. മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ കണ്ണിൽ മരുന്ന് ഒഴിക്കാൻ പോയത് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അതിന് പൈസ ഇടപാടിൽ മോൻസൺ മാവുങ്കലിനൊക്കെ ഇത് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്തോ അന്ന് ഈ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത വ്യക്തിയാ. അപ്പൊ ഇത് 3ഉം വരുമെന്ന് ഇവർക്കും അറിയാം. പക്ഷെ ഇവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ കൊടിവെച്ച കാർ, അതിനാ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടി. അതുകൊണ്ടാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനകത്ത് ആത്മാർത്ഥമായിട്ട് ഓടിയോടെ വർക്ക് ചെയ്തത് ശ്രീ VD സതീശൻ. വളരെ വളരെ തൻ്റെ ആരോഗ്യം നോക്കാതെ ചില കാര്യങ്ങൾക്ക് കട്ടായി പറയുന്നെങ്കിലും ഇതിനെ ഇന്നത്തെ UDFനെ പുനർജനിപ്പിക്കാൻ വളരെ ആവേശത്തോട് ഓടി നടന്നൊരു വ്യക്തിയാണ് ശ്രീ VD സതീശൻ. നമ്മൾ പറയേണ്ട ഒരു കാര്യം കൂടെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി കൃത്യമായിട്ട് കാൽക്കുലേഷനില്ല ഓരോ കാര്യം ചെയ്യുന്നത്. ഇലക്ഷന്റെ പ്രചരണത്തിന്റെ കാര്യങ്ങളായാലും പ്രൊമോഷന്റെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും, അതേപോലെ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചാലും കൃത്യത ഉണ്ടായിരുന്നു. തന്റെ അടുത്തോടെ കാര്യം പറയും. അതാണ് K. സുധാകരൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ അടുത്തോടെ കാര്യം പറയുന്നത്. പിന്നെ ഇതാണ് പുള്ളിയുടെ പലരും അഴിമതി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും നടന്നിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഇപ്പം ആകെ കോൺഗ്രസ് നേരിടുന്ന വയനാട്ടിൽ കുറച്ച് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ പൈസയുടെ പ്രോജക്റ്റ് ആയിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാതെ അതിന് ആക്റ്റീവായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ ഓടി നടന്നൊരു വ്യക്തിയാണ് VD സതീശൻ. അതെ, കഴിഞ്ഞ ദിവസം ഒരു ആൾക്കാർ ചോദിക്കുന്ന സാർ എങ്ങനെയുണ്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇച്ചിരി ഉറക്കത്തിന്റെ കുറവ് മാത്രമേ ഉള്ളൂ, ശുഭാപ്തി വിശ്വാസം. പക്ഷെ പുള്ളി പ്രതീക്ഷിച്ച സീറ്റ് വരത്തില്ല, അത് വേറെ കാര്യം. അങ്ങനെ VD സതീശൻ. പിന്നെ നമുക്ക് വളരെ സീനിയർ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല. എല്ലാ വ്യക്തികളോടും വളരെ ഇതായിട്ട് ഇതിനകത്തൊരു ഫോർമുല ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ചാനൽ കേൾക്കുന്നവരോട് പറയാം.
UDF ഏകദേശം ഒരു മാർജിൻ സീറ്റിൽ അധികാരത്തിൽ വന്നാൽ അവർ രാഹുൽ ഗാന്ധി വെച്ചിരിക്കുന്ന ഫോർമുല 2.5 വർഷം രമേശ് ചെന്നിത്തലയും 2.5 വർഷം VD സതീശനും. അല്ലാതെ ഈ കുപ്പായം തയ്പ്പിച്ച് വെച്ച് സുധാകരൻ ഇപ്പൊ MP അടൂർ പ്രകാശ് MP ഇനിയും ഒരു കോൺഗ്രസ്സുകാരൻ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അടൂർ പ്രകാശ് ഇനി മത്സരിച്ചാൽ തോപ്പിക്കുന്ന കാര്യം ഞങ്ങളെ ഏറ്റം കാണത്തില്ലെന്ന്. അതുവരെ ആയതായി എന്നുവെച്ചാൽ ഡൽഹിയിൽ തമ്പടിച്ച് കിട്ടിയാൽ കൊള്ളാന്ന് വിചാരിച്ചിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കപ്പൽ മുങ്ങാൻ പോവുക, പാസിന് പിടികിട്ടണം. ഒരു ടൈം കൂടെ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് ഔട്ടായി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുമാതിരി ആൾക്കാർ എല്ലാം BJPയിലേക്ക് പോകും. ഇപ്പൊ പത്മജ വേണുഗോപാൽ പറയുന്ന കേട്ടില്ലയോ, നമ്മൾ സമാജം പറഞ്ഞ പോലെ നോഗയുടെ പെട്ടകത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്ന പോലെ തുറന്നിരിക്കുക. പുള്ളിക്കാരി പറയുന്നത് K. ഉണ്ടെങ്കിലും ഇതിനകത്ത് കയറിപ്പോയെന്ന്. അപ്പൊ അങ്ങനെ പറയുന്നൊരു കാലമാണ്. അതുകൊണ്ടൊരു ജീവൻ മരണ പോരാട്ടമാണ്. അതിന്റെ സതീശം ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന VD അതിന് നല്ല ബെറ്റർ ആയിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലും കാര്യത്തിലും എല്ലാം കുറച്ച് സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ച് ജനാധിപത്യ പാർട്ടി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു, അതിനകത്ത് ഇതായിരുന്നു. പക്ഷേ ആ ട്രെൻഡ് മാറ്റിയത് ഈ അധികാര കസേര മോഹമാണ്. അതുകൊണ്ടാണ് അണികൾ അങ്ങോട്ട് വെറുത്തു തുടങ്ങിയത്. ആ പഴയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് UDFിൽ നിന്ന് നഷ്ടപ്പെട്ടു. അങ്ങനെ ഉണ്ടായത് 90 സീറ്റ് കിട്ടിയാണ്. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രീപോൾ സർവേ നോക്കുന്നില്ല. പക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ ഗതി മുഴുവൻ ഞാൻ അനലൈസ് ചെയ്ത് അന്നന്ന് എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുന്ന ആളാണ്. മുഴുവൻ ഞാൻ നോട്ട് ചെയ്യുന്ന. അപ്പം പത്രമാധ്യമങ്ങളും ബാക്കി ഇതായിട്ട് അപ്പൊ അതനുസരിച്ച് അധികാരത്തിൽ UDF തിരിച്ചു വരാൻ നല്ല സാധ്യതയുണ്ട്. അടുത്ത സർവേയിൽ നമ്മളത് പറയുമ്പോൾ ക്ലിയർ ആക്കി തരാം. അതുപോലെ തന്നെ NDA മുന്നണി അവരൊരു പരീക്ഷണം നടത്തുക. അവരൊരു പരീക്ഷണം നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീ K. സുരേന്ദ്രനും കേരളത്തിലെ നേതാക്കളും പല കാര്യങ്ങളിലും ഗ്രൂപ്പാണ്. അത് കണ്ടിട്ടാണ് ഏഷ്യാനെറ്റിന്റെ ഡയറക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ മുൻ IT മന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ അവരിവിടെ കൊണ്ട് BJPയുടെ പ്രസിഡന്റ് ആക്കിയത്. അദ്ദേഹം ജന്മന കേരളക്കാരനെങ്കിൽ അവരുടെ തട്ടകം ബാംഗ്ലൂരാണ്, ബിസിനസ് മുഴുവൻ. അപ്പൊ ഈ അമിത്ഷായ്ക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ പിടികിട്ടി ഇവിടുത്തെ കേരളക്കാരെ എത്ര റെഡിയാക്കിയാലും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കാല് പാരും. അതുകൊണ്ട് ഈ BJP തന്നെ ഗ്രൂപ്പായി. അതുകൊണ്ടാണ് ഒരു പൊതു ഫോർമുലയ്ക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നത്. ഈ ആക്റ്റീവ്, അദ്ദേഹം IT വിദഗ്ധനാണ്, IT മന്ത്രിയാണ്. അദ്ദേഹത്തിന് നല്ല ഉന്നത ബന്ധങ്ങളും ഉള്ള വ്യക്തിയാണ്. ഡൽഹിയായിട്ട് ബന്ധപ്പെട്ടു എല്ലാ കാര്യങ്ങളിലും നല്ല ബന്ധങ്ങളിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ അവസാനമായിട്ട് അവരൊരു ഫൈറ്റ് നോക്കാം. അതിലവര് സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങിയത് എവിടെയാ? പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ. ഇന്ന് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മിക്കവാറും എല്ലാ കോർപ്പറേഷനും BJPക്ക് അംഗത്വമുണ്ട്. പല പഞ്ചായത്തുകളിൽ നിന്ന് BJP ഭരിക്കുന്നുണ്ട്. തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി, അങ്ങനെ പല പഞ്ചായത്തുകൾ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹം പണത്തിന്റെ പുറകെ അധികാരത്തിന്റെ പുറകെ പോകുന്ന ആളല്ല. ഓൾറെഡി ഈസ് എ റിച്ച് മാൻ, നല്ല പൈസയുണ്ട്. പിന്നെ സെൻട്രലുമായിട്ട് ബൈലാറ്ററലായിട്ട് K. സുരേന്ദ്രനോ മറ്റോ ഇല്ലാത്ത ബന്ധം. മുൻ മന്ത്രി ശ്രീ അമിത്ഷായും ശ്രീ മോഡി സാറിനെ കാണത്തക്കോണം. അത് ഈ BJPയിൽ ഒരു ഇത് വന്നായിരുന്നു. അതുകൊണ്ടാണ് ആക്യുറേറ്റ് ആയിട്ട് കഴിഞ്ഞ ഇതിൽ ചലിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു. ഇപ്പം പല BJP പ്രവർത്തകർക്കും പല പ്രശ്നങ്ങളുണ്ട്. അവരുടെ വീടുകളൊക്കെ അദ്ദേഹം സന്ദർശിക്കുന്നു. ഇത്രയും പണമുള്ള ഒരു വ്യക്തി BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് സന്ദർശിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഇലക്ഷന് BJPയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2020 അവരെ കിഴക്കമ്പല കുന്നത്തനാട് സാബു ഇപ്പൊ അവരോട് കൂടിയിട്ടുണ്ട്. സാബുവിന് ആൾറെഡി പൈസ ഉണ്ട്, അവർ സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. അപ്പൊ ആ സാബു അവരോട് കൂടിയത് കൊണ്ട് അവരെ ഇതെന്താ പറഞ്ഞാൽ പെർസെൻറ്റേജ് സെൻട്രൽ കേന്ദ്രം നോക്കുന്ന പെർസെൻറ്റേജ് വോട്ടിംഗ് പാറ്റേൺ. BJP അധികാരത്തിൽ വരത്തില്ലെന്ന് അവർക്കറിയാം, ഒരു പാറ്റേണാ. അങ്ങനെയെങ്കിൽ ഇന്ന് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇല്ല പാസ്റ്ററെ, പലയിടത്തും നടക്കുന്ന ത്രികോണ മത്സരം. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇടതുപക്ഷം ഭരണത്തിൽ വരുമെന്നല്ല, ഇടതുപക്ഷത്തിന് ഈ സർവേ പറഞ്ഞതിലും അപ്പുറം സീറ്റ് വരുന്ന ഒരു കാര്യമാണ്. പാസ്റ്റർ പിടികിട്ടിയോ? ഇടതുപക്ഷത്തിന് പറഞ്ഞതിൽ കൂടുതൽ സീറ്റ് വരാൻ സാധ്യത പലയിടത്തും ത്രികോണ മത്സരം. ത്രികോണ മത്സരത്തിന്റെ പ്രത്യേകത BJPക്കാർ വോട്ട് BJPക്ക് കിട്ടും, കുറച്ച് നിഷ്പക്ഷ വോട്ട് കിട്ടും. കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട വോട്ട് കുറച്ച് കാണും, നിഷ്പക്ഷ വോട്ട് കിട്ടും. പക്ഷെ ഈ ഇടതുപക്ഷത്തിന്റെ വോട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ബാലറ്റ് വോട്ടാണ്. അവർ മാറത്തില്ല, അവർ ലിസ്റ്റ് എടുത്ത് ഇതാ. അപ്പൊ ഈ രണ്ട് ഭാഗം എന്താ വെച്ചാൽ CPM കൊണ്ടുള്ള ആഭിമുഖ്യം കൊണ്ടല്ല ഈ പ്രക്ഷേപണം കരുതാറ്. ഒരു പാർട്ടിൽ BJP മുന്നണി വോട്ട് പിടിക്കുമ്പോൾ, ഒരു പാർട്ടിൽ കോൺഗ്രസ് പിടിക്കുമ്പോൾ, ചില നിഷ്പക്ഷ വോട്ടുകളുടെ ബലത്തിൽ ഇടതുപക്ഷത്തിന്റെ പല സ്ഥാനാർത്ഥികളും ജയിച്ചു വരും. വോട്ട് സ്പ്ലിറ്റ് 3 അത് വിത്ത് 2 ഡയമെൻഷൻ. ഇടതുപക്ഷവും കോൺഗ്രസും ഉള്ളായിരുന്നുണ്ടെങ്കിൽ പക്ഷെ കോൺഗ്രസിന് കുറെ കൂടെ വോട്ട് കിട്ടിയാണ്. ഇത് സ്പ്ലിറ്റ് ആവും ബൈ 3. ബൈ 3യിൽ ഒരാൾ എഴുന്നേൽക്കണമെങ്കിൽ അതിനകത്ത് CPMന്റെ പല സ്ഥാനാർത്ഥികളും ഇടതുപക്ഷത്തിന്റെ ജയിച്ചു വരും. അതുകൊണ്ട് ഇപ്പൊ ഇടതുപക്ഷം പറയുന്നത് 100 കിട്ടുമെന്ന്, അങ്ങനെ 100 കിട്ടത്തില്ല. കോൺഗ്രസ് പറയുന്നത് 100 കിട്ടത്തില്ല. ഇതിനകത്ത് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ
ഏറ്റവും സാധ്യതയുള്ളത് ഇവർക്ക് 2.5 വർഷം ആരാ നമ്മുടെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തല, അതാണ്. അതുപോലെ തന്നെ ഇപ്പം പിണറായി വിജയനെ ഉയർത്തി കാണിക്കുന്നത്, അദ്ദേഹത്തിന് 52 വയസ്സുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ കണ്ണൂർ ലോബിയടയിൽ നിന്ന് ഇനി അബദ്ധത്തിൽ CPM അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ല. അബദ്ധത്തിൽ അധികാരത്തിൽ വന്നാൽ കണ്ണൂരിൽ നിന്ന് KK ശൈലജ ടീച്ചറെ കൊണ്ടുവരും കണ്ണൂരിൽ. അതുകൊണ്ടാണ് അവർ സണ്ണി ജോസഫിനെതിരെ മത്സരിപ്പിക്കുന്നത്. അതൊരു പ്രത്യേക പാറ്റേണാണ്. അതുകൊണ്ട് പിന്നെ പേരാവൂരിൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ ഒരു നിർണായക വിജയം KPCC പ്രസിഡന്റിനെ തോൽപ്പിക്കുന്ന പറഞ്ഞാൽ അല്ല, അത് പരാജയപ്പെട്ടാൽ അവർ രാഷ്ട്രീയത്തെ അസ്തമിക്കുക. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭയിൽ വടകര ഷാബി പറമ്പിലിനോട് അവർ തോറ്റു. പേരാവൂരിൽ തോറ്റു കഴിഞ്ഞാൽ PK ശ്രീമതിയുടെ അവസ്ഥയാവും. അവർക്ക് ജീവൻ മരണ പോരാട്ടമാണ്. അവർക്ക് ഉയർത്തി കണ്ണൂർ ലോബിക്ക് ശൈലജയെ കാണിക്കാം. പക്ഷെ ഇതിനകത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഭയങ്കര ഒരു ഇത് ചെയ്തു. ഇപ്പോഴും തോമസ് ഐസക്കിന് സീറ്റ് കൊടുത്തില്ല ആലപ്പുഴ അമ്പലപ്പുഴ. അദ്ദേഹം വളരെ പിന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ പാസ്റ്റർ ഈ മുൻകൂട്ടി ജോൺ ബ്രിട്ടാസിൻ്റെ ഒക്കെ തല ഭയങ്കരമാണ്. ഒരുപക്ഷെ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഒരു 72 സീറ്റ് വന്നാൽ അനാരോഗ്യം മൂലം പിണറായി മാറിയിരുന്നാൽ സീനിയർ ആരാ? തോമസ് ഐസക്ക. അപ്പൊ തോമസ് ഐസക്ക മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുമ്പേ വെട്ടി നിരത്തിയതാണ്. അങ്ങനെ ഒത്തിരി ഹതഭാഗ്യന്മാരുണ്ട്. ശ്രീ രാജു അബ്രഹാം MLA ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹം റാന്നി 25 വർഷം MLA ആണ്. ഒരു സ്പീക്കർ പോലും ആയില്ല, ഒരു മന്ത്രി പോലും ആയില്ല. പിന്നെ അദ്ദേഹത്തെ പാർട്ടിയായിട്ടുള്ള ബന്ധത്തിൽ ജില്ലാ സെക്രട്ടറി ആക്കി. അങ്ങനെ ഇതിനകത്ത് കുറെ ഒതുക്കലുകൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏപ്രിൽ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ മാൻഡേറ്റ് അനുസരിച്ച് കുറെ നമുക്ക് സർവേയുടെ പറയാം, ഏകദേശം ഒരു 75-80 സീറ്റിനിടയ്ക്ക് ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് UDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് LDFന് 60 മുതൽ മേളിലോട്ട് സീറ്റ് കിട്ടും. ചിലർ പറഞ്ഞ് 30 പോലും കിട്ടത്തില്ലെന്ന്, തെറ്റാതെ 60 സീറ്റോളം കിട്ടും. BJPക്ക് ഒരു 1-2-3 ഇതിനപ്പുറം ഇല്ല. ഒരു സീറ്റ് ഉറപ്പാ പാലക്കാട് ഇപ്രാവശ്യം BJP ജയിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കൊരു അവസരം തരണമെന്ന്. ഒരു പക്ഷേ തൃപ്പൂണിത്തറ ജയിക്കാൻ സാധ്യതയുണ്ട്. ബാക്കി മണ്ഡലങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാം. ഇത് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് ഏപ്രിൽ മാസം 2-ാം തീയതി ഇതുവരെയുള്ള നമ്മുടെ സൂപ്പർവിഷൻ നോക്കുമ്പോൾ ഇന്നത്തെ ട്രെൻഡ്, ജാഥ, സ്ഥാനാർത്ഥികളുടെ പ്രചരണം മൊത്തം നമ്മൾ നോക്കിക്കൊണ്ട് വരുമ്പോൾ ഇന്നത്തെ 60-ൽ മുകളിൽ സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടും. അത് ഒരു 50-നകത്തേ കിട്ടുമായിരുന്നു. ഈ കോൺഗ്രസിലെ പടലമണക്കം കൊണ്ട് അത് ഇതുവരെയും ക്ലിയർ ആയിട്ടില്ല. 60-ന് പുറത്തുള്ള സീറ്റുകൾ ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കോൺഗ്രസിന് കിട്ടിയാൽ ആരോ പറയുന്നത് 100 കിട്ടുമെന്നില്ല. കോൺഗ്രസിന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 75 ആ റേറ്റിലേക്ക് കിട്ടത്തുള്ളൂ. ചിലപ്പോൾ 78, ഇതിൽ കൂടുതൽ കിട്ടത്തില്ല. BJPക്ക് ചിലർ പറഞ്ഞ് 15 സീറ്റ് കിട്ടുമെന്ന്. നെവർ. ഈ തിരുവനന്തപുരം ജില്ലയിൽ പോലും BJPക്ക് ഒരു സീറ്റ് കിട്ടത്തില്ല. 1, 2, 3 ഒരു 3 സീറ്റ് കൂടുതൽ കിട്ടത്തില്ല. ഇതായിരിക്കും വരുവാനുള്ള ഇന്നത്തെ റിസൾട്ട്. ഇനി നമ്മൾ അടുത്ത ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റും. ആവറേജ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭൂരിപക്ഷം സാധ്യത കേരളം ഭരിക്കുവാൻ സാധ്യത കാണുന്ന UDF ആണ്. അതിൽ 100-ല്ല 75 മുതൽ 80-നകത്ത് സീറ്റുകൾ മാത്രം. LDFന് 60-ന് മേളിൽ സീറ്റ് കിട്ടും. BJPക്ക് മാക്സിമം ഇനി ഏത് ട്രെൻഡ് വന്നാലും 3 സീറ്റിൽ കൂടുതൽ അവർക്ക് കാണത്തില്ല. അതാ പാസ്റ്ററെ ഇപ്പോൾ നടക്കുന്ന ഇലക്ഷന്റെ അവലോകനം. ഫൈനൽ റിസൾട്ടിൽ ആരൊക്കെ ജയിക്കുമെന്നുള്ളതും നമ്മൾ പറയാം. കേരളത്തിന്റെ ഈ രാഷ്ട്രീയ ട്രെൻഡ് എങ്ങോട്ടാണെന്ന് കൃത്യമായി കഥാമൃദാസ് നമ്മോട് പറയുന്നതൊക്കെ ഇടയായിത്തീർന്നു. തുടർന്നുള്ള എപ്പിസോഡുകൾ നിങ്ങൾ കാണുക. നമുക്ക് എന്താണ് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസാന വിധി എന്നുള്ളത് നമുക്ക് കൃത്യമായി കാണുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ അറിയുവാൻ തക്കവണ്ണം പ്രിയ കഥാമൃദാസിലൂടെ കഴിയും. അടുത്ത എപ്പിസോഡോടെ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾ ഓരോരുത്തരും ദൈവം സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രിസ്ത്യൻ ഗാരേജ്.